ബിസിനസ് ബോട്ടം വെൽത്ത്. ഞാൻ 7 ഏരിയകളെ കുറിച്ച് പറയുവാണ്. നിങ്ങൾ ഡീപ്പായിട്ട് ലിസൺ ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഈ 7 ഏരിയകളിലാണ് പൈസ ഉള്ളത്, ക്യാഷ് ഇരിക്കുവാണ് ബിസിനസ്സിൽ, നിങ്ങൾ അറിയാതിരിക്കുന്ന ക്യാഷ്. ഒന്നാമത്തെ ഏരിയ ഞാൻ പറയാം, നിങ്ങളുടെ ലീഡ് വെൽത്ത്. ലീഡ് വെൽത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന എല്ലാ ലീഡുകളും, നിങ്ങളെ സംബന്ധിച്ചോളം ആ ലീഡുകളെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇൻക്രീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾക്ക് ബിസിനസ്സിന് ലീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോസ്പെക്ട്സ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരാനുള്ള ആൾക്കാരെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ലീഡ് എന്ന് വിളിക്കുവാണ്. അപ്പൊ ആ ലീഡുകൾ നിങ്ങൾ 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, പല രീതിയിൽ ഇൻക്രീസ് ചെയ്യാം. ചിലപ്പോൾ ആഡിലൂടെ ഇൻക്രീസ് ചെയ്യാം. ആ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഗുണമാണ്. റീസെന്റ് എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞാൽ ഞാൻ 1 ലക്ഷം രൂപ ഫേസ്ബുക്ക് ആഡിന് വേണ്ടി മുടക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. എന്താണ് ഒബ്വിയസ്ലി ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്തായിരിക്കും ചെയ്യേണ്ടത്? 2 ലക്ഷം രൂപ ഫേസ്ബുക്ക് ആഡിൽ മുടക്കുക, അന്നേരം 20 ലക്ഷം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലീഡ് വെൽത്ത് ആണിത്, ലീഡ് വെൽത്ത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ലീഡുകൾ വന്നു. ഈ ലീഡുകൾ വന്നാലും അവരുമായിട്ട് എല്ലാവരുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാറില്ല, എല്ലാവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാറില്ല, പലപ്പോഴും കിട്ടാറില്ല, പലപ്പോഴും ആൾക്കാർ ബിസിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ആൾക്കാരെ വിളിക്കാൻ നമ്മൾ നോക്കി, അവർ ആൻസർ ചെയ്തില്ല, അപ്പോഴേ തീർന്നു, പരിപാടി നിർത്തി. നമ്മളെ സംബന്ധിച്ചോളം ഓക്കെ, എസ്പെഷ്യലി C പ്ലെയർ D പ്ലെയറും ആണെങ്കിൽ കമ്പനിയിൽ, B പ്ലെയർ C പ്ലെയർ D പ്ലെയറും ആണ് കമ്പനി എന്നുണ്ടെങ്കിൽ അതങ്ങ് തീർന്നു, പരിപാടി കഴിച്ചു. കോണ്ടാക്ട് വെൽത്ത് ആണ്, കോണ്ടാക്ട് ചെയ്യുക. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഇതിലുള്ള എല്ലാ ആൾക്കാരുമായിട്ടും സംസാരിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ചിലപ്പോൾ എല്ലാവരും പറ്റണമെന്നില്ല, വലിയ കമ്പനി ആണെങ്കിൽ, പക്ഷെ സംസാരിച്ചു എന്ന് ഉറപ്പുവരുത്തുക. സംസാരിക്കുന്ന കാര്യമാണ് കോണ്ടാക്ട്. മൂന്നാമത്തെ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോൺവെർസേഷൻ വെൽത്ത് ആണ്. കോൺവെർസേഷൻ വെൽത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ അവരുടെ അടുത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ, നിങ്ങളുടെ സർവീസിന്റെ സെയിൽസ് പിച്ച് ചെയ്തു. ആ സെയിൽസ് പിച്ച് ചെയ്തെങ്കിൽ അതാണ് നമ്മളെ സംബന്ധിച്ചോളം കോൺവെർസേഷൻ വെൽത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ അവരുമായിട്ട് കോൺവെർസേഷൻ ചെയ്തു. മറ്റേ എടുത്ത ആപ്പിൽ ഞാൻ തിരക്കാം കേട്ടോ, എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റും, നാളെ വിളിക്കുക. നാളെ നമ്മൾ വിളിച്ചില്ല, നാളെ വിളിച്ചാൽ നാളെ കഴിഞ്ഞ് വിളിക്കുക. കോൺവെർസേഷൻ ആയിട്ടില്ല, ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ കോൺവെർസേഷൻ വെൽത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, നിങ്ങൾ എത്ര ആൾക്കാരുമായിട്ട് കോൺവെർസേഷൻ ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ കാര്യം വെച്ചാൽ ക്ലോസിംഗ് വെൽത്ത്. ക്ലോസിംഗ് വെൽത്ത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഗ്രാജുവലായിട്ട്, ക്യുമുലേറ്റീവ് ആയിട്ട്, ഒരുമിച്ച് ഇൻഡിപെൻഡന്റ്ലി എല്ലാം ഗ്രോ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ക്ലോസിംഗ് വെൽത്ത് എന്ന് പറഞ്ഞാൽ. എല്ലാ ബിസിനസ്സുകൾക്കും കൂടുതൽ ക്ലോസിംഗ് ആകാം. നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളുടെ ക്ലോസിംഗ് 10% കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് 10% കൂടുവാണ്. പ്രോഫിറ്റ് ആണ് പ്യൂർലി കൂടുന്നത്. കാരണം നിങ്ങൾക്ക് എക്സ്പെൻസ് കൂടിയോ, മാർക്കറ്റിംഗ് എക്സ്പെൻസ് കൂടിയോ? ഇല്ല. അതുകൊണ്ട് ഏതൊരു ബിസിനസ്സിലും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള പാത്രം എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് കൂട്ടുക എന്നുള്ളതാണ്. ക്ലോസിംഗ് വെൽത്ത് ആണ്. നിങ്ങളുടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി ഒരു 10% കൂട്ടിയാൽ മതി. നമ്മൾ എൻറ്റയർ ആയിട്ടുള്ള 90 ഡേ വീഡിയോ സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട് സെയിൽസിനെ കുറിച്ച്. അതിനകത്ത് ക്ലോസിങ്ങിനെ കുറിച്ച് തന്നെ 12 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് 10% നിങ്ങളുടെ സെയിൽസ് ടീമിന്റെ ക്ലോസിംഗ് കൂട്ടാൻ പറ്റും. ക്ലിയർ ആണോ? അടുത്ത കാര്യം വെച്ചാൽ, നിങ്ങൾ സാധാരണഗതിയിൽ ബിസിനസ് ഒരാൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു അപ്സെൽ ചെയ്യാം, അവർക്കൊരു പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം സെല് ചെയ്യാം, ഒരു ഡൗൺ സെൽ ചെയ്യാം, നോൺ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം സെല് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മേടിച്ച ആൾക്കാർക്ക് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണമെന്ന് ചോദിക്കാം. ക്ലിയർ ആണോ? മേടിക്കാത്ത ആൾക്കാർക്ക് ഡൗൺ സെൽ ചെയ്യാം, കുറച്ചുകൂടെ താഴെയുള്ള പ്രൊഡക്റ്റ് സെല് ചെയ്യാം. ഈ 2 ആൾക്കാർക്കും ക്രോസ് സെൽ ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റിനോട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ്, അവർ മേടിച്ചതിന് സിമിലർ ആയിട്ട് മറ്റൊരു പ്രൊഡക്റ്റ്, ആമസോണിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ തൊപ്പി മേടിക്കുവാണെങ്കിൽ ആ തൊപ്പി കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും, അല്ലെ ഈ വടി കൂടെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും എന്ന് പറയുന്നത് ക്രോസ് സെല്ലിംഗ് ആണ്. ക്ലിയർ ആണോ? അപ്സെൽ, ക്രോസ് സെൽ, അപ്സെൽ, ഡൗൺ സെൽ, ക്രോസ് സെൽ വെൽത്ത് ആണത്. അത് നിങ്ങൾ ഹിഡൻ ആയിട്ട് ബിസിനസ് ഇരിക്കുന്ന ഒരു വെൽത്ത് ആണ്. അപ്സെൽ ഉണ്ട്, ഡൗൺ സെൽ ഉണ്ട്, ക്രോസ് സെൽ ഉണ്ട്, 3 വെൽത്ത് ആണ്. ഇനി അടുത്ത 6ാമത്തെ വെൽത്ത് റേവിംഗ് ഫാൻ റീപർച്ചേസ്. നിങ്ങൾ റേവിംഗ് ഫാൻസിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ റേവിംഗ് ഫാൻ റീപർച്ചേസ് വെൽത്ത് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളുടെ അടുത്തൊന്നും മേടിക്കാതിരിക്കാൻ ആൾക്കാർക്ക് പറ്റില്ല. കാരണം നിങ്ങൾ അത്രമാത്രം സിൻസിയർ ആയിട്ട്, അത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ മറ്റാൾക്കാർക്ക് കൊടുക്കുന്നത്, നിങ്ങൾ വാല്യൂ കൊടുക്കുന്നത്. അങ്ങനെ വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് ആൾക്കാർ പിന്നെയും വന്ന് റീപർച്ചേസ് ചെയ്യണം. അതൊരു വെൽത്താണ് ബിസിനസ്സിൽ. നിങ്ങൾ ആ എക്സ്പീരിയൻസ് ഇച്ചിരി കുറച്ച് കൊടുത്തു, ഇവനൊക്കെ ഇത്ര ആത്മാർത്ഥം കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? ആൾക്കാരെ റീപർച്ചേസ് ചെയ്യല. അപ്പൊ ആ വെൽത്ത് നമുക്ക് നഷ്ടപ്പെടുവാണ്. 6ാമത്തെ കാര്യം. ഫൈനൽ കാര്യം വെച്ചാൽ റെഫറൽ വെൽത്ത് ആണ്. നിങ്ങൾ എക്സെപ്ഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുവാണെങ്കിലും, നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലും സർവീസ് യൂസ് ചെയ്യുവാണെങ്കിലും എക്സെപ്ഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്
ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സെപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് വരും. അവർ നിങ്ങൾ വേറെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞു വിടും. അതാണ് റഫറൽ വെൽത്ത്. 7 ബോട്ടം ലൈൻ വെൽത്തുകളാണ് ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന 7 ബോട്ടം ലൈൻ വെൽത്തുകളാണ്. നിങ്ങളുടെ ബോട്ടം ലൈൻ ഇൻക്രീസ് ചെയ്യുന്ന, നിങ്ങളുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന, നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന, നിങ്ങളുടെ ബിസിനസ്സിനെ ലീപ് ഫോർവേഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ 7 വെൽത്തുകൾ. എന്നെ സംബന്ധിച്ചോളം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ 100 കോടി രൂപയുടെ ഒരു കമ്പനിയുടെ ടിപ്പിക്കലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 3 കാര്യങ്ങൾ ചെയ്ത് ആ കമ്പനിനെ 200 കോടിയിലേക്ക് എത്തിക്കാൻ പറ്റാറുണ്ട്. 3 കാര്യങ്ങൾ ചെയ്താൽ, 7 കാര്യം വേണ്ട, 3 കാര്യങ്ങൾ. റീസെന്റ് ലീഡ് ഈ പറഞ്ഞ പോലെ ഇൻക്രീസ് ചെയ്തു, ക്ലോസിംഗ് ഇൻക്രീസ് ചെയ്തു, റീപർച്ചേസ് ഇൻക്രീസ് ചെയ്തു. ഈ 3 കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം ബിസിനസ് ഇരട്ടിയാക്കാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ ചെയ്ത്, അങ്ങനെയാണെങ്കിൽ 7 കാര്യങ്ങൾ വർക്ക് ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ പോസിബിലിറ്റി? ക്ലിയർ ആണോ? അപ്പൊ ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ഈ സ്ട്രാറ്റജിയുടെ പവർ ഇരിക്കുന്നത്.